നേർക്ക് നേരെ ആശയപരമായി, സംഘടനാപരമായി, നയപരമായി ഈ സംഘടനയെ തകർക്കാൻ കഴിയില്ല, നേതൃത്വത്തെ ഒതുക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ശത്രുക്കൾ ചില അടവുകൾ അടവിന്റെ സ്വഭാവം എങ്ങനെയെന്നറിയോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കോഴിക്കോട്ടെ ദിവസം ഞാനൊരു പ്രസംഗം നടത്തിയിരുന്നു. മഹാനായ ശൈഖുൽ ഉസ്താദിനെ എത്തിയിട്ട് എന്നെ പ്രസംഗിച്ചത്. അതെന്തായിരുന്നു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്? ഷിയാക്കളുടെ ഒരു ശൈലി, എങ്ങനെ അലി ഇബ്നു അബീ താലിബിന്റെ സ്വന്തം ആളാകുക. എന്നിട്ടോ എന്തിനാണ്? ഇസ്ലാം തകർക്കാനാണ്. അലി ഇബ്നു അബീ താലിബിനടക്കം ധൈര്യമില്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുക. ഇതുപോലെ ഒരു ശൈലിക്കാർ പുറപ്പെട്ടില്ലേ? കാന്തപുരം ഉസ്താദിന് ഇപ്പൊ വോയിസ് ഒന്നുമില്ല. പിന്നെ അതൊക്കെ ചില മാഷന്മാരും SSF-കാരും SUS-കാരൊക്കെ കാന്തപുരം ഉസ്താദിനെ പിടിച്ച് കൂച്ചി വിലക്കിട്ടിരിക്കുകയാണ് എന്ന് പ്രചരിപ്പിച്ചിട്ട് ഉസ്താദിന്റെ ധീരതയും ഉസ്താദിന്റെ മഹത്വവും പാണ്ഡിത്യവും അവിടുത്തെ പ്രൗഢിയും ജനങ്ങളുടെ മുമ്പിൽ കൊച്ചക്കാൻ വേണ്ടി ഒരു കൂട്ടർ ഇവിടെ പ്രവർത്തിക്കാനാണ്. അവരുടെ വാക്കുകൾ എന്തൊരു പഞ്ചാര വാക്ക്! ഉസ്താദിന്റെ സ്വന്തം ആള്. എന്താണ് കാന്തപുരം ഉസ്താദിനെ വല്ലാത്തൊരു മഹബത്ത് അവർക്ക്. SUS-കാർക്ക് മഹബത്തില്ല, SSF-കാർക്ക് മഹബത്തില്ല, മുസ്ലിം ജമാഅത്തുകാർക്ക് മഹബത്തില്ല, അവർക്കൊരു വല്ലാത്ത മഹബത്ത്. ഈ കാപട്യം ബുദ്ധിയുള്ള ഞങ്ങളുടെ മുന്നിൽ വേണ്ട കേട്ടോ. ആ കാപട്യം തിരിച്ചറിയാൻ നല്ല ബുദ്ധിയുള്ളവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും ഞങ്ങളുടെ നേതാക്കളും. അത്തരം കക്ഷികൾ കുറച്ചു ദിവസം കഴിഞ്ഞ് കാന്തപുരം ഉസ്താദിന്റെ പിന്തുണ, അതുപോലെ റയീസുൽ ഉലമയുടെ പിന്തുണ ഞങ്ങളുടെ ഈ നിഫാഖിന് കിട്ടൂല എന്ന് തോന്നിയപ്പോഴോ ഇപ്പൊ പറയാൻ എന്താ? ഇപ്പൊ പറയുന്നത് റയീസുൽ ഉലമക്ക് സുന്നത്തല്ല, പിന്നെയോ അതെ അതുപോലെ സുൽത്താനുകൾക്ക് സുന്നത്തല്ല, അവര് സുന്നി എന്ന് പറയാതെ മുസ്ലിം എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്, വജ്ജഹ്തു പോലും ഓതാത്തൊരു ഖൗമ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ എന്ന് ദിവസേന ഓതുന്ന മുസ്ലിമീങ്ങളോട് പറയാ, മുസ്ലിം എന്ന് പറഞ്ഞാൽ സുന്നി അല്ലാണ്ടായി പോകും. കേരള മുസ്ലിം ജമാഅത്തിന് പേരിട്ട് അതുകൊണ്ടാണ്. ഈ ഇത്ര വിവരം കെട്ട കക്ഷികൾ അനിൽ ജാഹിലീൻ, വിവരം കെട്ടവർക്ക് മറുപടി അറിയാൻ പോരുത്. വിവരം കെട്ടവരെ നമ്മൾ എടുത്തുദ്ധരിക്കരുത്. വിവരം കെട്ടവരെ നമ്മൾ ഹൈജാക്കിന് ഇവിടെ കൊണ്ടുവരരുത്. അതുകൊണ്ട് തന്നെ അനിൽ ജാഹിലീൻ, ആ ജഹാലത്ത് അല്ലേ? قالوا سكت وقد فوسمت قلت لهم إن الجواب لباب السر مفتاح. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അല്ലേ നമ്മുടെ നേതാവ്? പറയുന്നതിനൊക്കെ മറുപടിയാ, കേൾക്കുന്നതിനൊക്കെ മറുപടിയാ. അങ്ങനെയില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമാ തറൽ ഉസൂദ തുഖ്ശാ വഹിയ സാമിതത്തുൻ വൽ കൽബു തുഖ്സാ ലഅംരി വഹിയ നബാഹു. സിംഹങ്ങളെ കാണുന്നില്ലേ? സിംഹങ്ങളുണ്ടോ? കുരക്കുന്നു. സിംഹം മിണ്ടാതിരിക്കുന്നു. വൽ കൽബു തുഖ്സാ, ആ ജീവി കുരച്ചുകൊണ്ടേയിരിക്കുന്നു. ലഅംരി വഹിയ നബാഹു, പക്ഷേ നിന്ദ്യമായ ജീവിയാണ്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണേ, അതൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് തന്നെയാകണേ സോപ്പ് വരെ. ഓ മുസ്ലിമീങ്ങളെ, സോപ്പ് വരെ മുസ്ലിം സമുദായം ഇന്നേ വരെ കൊണ്ടുവന്ന ആചാരങ്ങളെയും കർമ്മങ്ങളെയും ഏതെങ്കിലും ആധുനിക പണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഖീലഖാനകളുടെയോ ഏതെങ്കിലും വാചകങ്ങൾ എടുത്തുദ്ധരിച്ച് മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്നും സുന്നത്ത് ജമാഅത്തിൽ നിന്നും തകർത്ത് കളയാൻ വേണ്ടി ഏതെങ്കിലും കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഹുദ്ദാത്തുൽ അസ്നാനി സുഫഹാഉൽ അഹ്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ആളുകളെ പിന്തുടരുന്നവരല്ല കേരളത്തിലെ മുസ്ലിം സമുദായം. അവർ നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകും, അതൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് തന്നെയായിരിക്കും. ഓ സഹോദരന്മാരെ, കാരണം ഇഹ്ദാഹുന്ന ബിതുറാബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. ആ നബിയുടെ വാക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. ആ നബിയെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ മുന്നോട്ട് പോകാൻ മുസ്ലിം സമുദായത്തെ കിട്ടൂല. അതുകൊണ്ട് അത്തരം ആധുനിക ഫത്വകളൊന്നും സുന്നിയുടെ പേരിൽ കൊണ്ടുവരണ്ട. ഒന്നുകൂടി പറയുന്നു, തഫ്സീറിന്റെ കിതാബുകളിൽ കെട്ടുകഥകളാണെന്ന് പൂർവകാലത്ത് പറഞ്ഞത് മുജാഹിദിന്റെ പുസ്തകങ്ങളാണെങ്കിൽ ഇപ്പോൾ ചില കുട്ടികൾ അതേ ആശയം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളെയും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളെയും തള്ളിപ്പറയാനും കേരളത്തിൽ മഹാനായ സുൽത്താനുൽ ഉലമയുടെയും റയീസുൽ ഉലമയുടെയും നേതൃത്വത്തിലുള്ള
ഈ പണ്ഡിത സഭ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അത് നിലനിൽക്കുന്ന കാലത്തോളം സുന്നത്ത് ജമാഅത്തിന്റെ ഒരാശയത്തെയും തൊട്ടുകളിക്കാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന് ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള കപടന്മാരുടെ ആ കാപ്പറ്റ്യത്തിന്റെ വാക്കുകൾ കേട്ട് മുസ്ലിം ഉമ്മത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകർ തെറ്റിദ്ധരിച്ചു പോകരുതെന്നും, നമുക്ക് ഒരു മഹത്തായ നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് നമ്മുടെ പ്രവർത്തനവുമായി നമ്മൾ മുന്നേറണമെന്നും ഈ സമയത്ത് അവസാനമായി ഉണർത്തി.